ഇനി നമുക്ക് ഈ പേജ് കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കാൻ അതിലെ ഫോണ്ടുകൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിലെ ഓരോ എലമെൻറ്റിൻ്റെ സ്റ്റൈലുകൾ ഒന്നുകൂടി നമുക്കൊന്ന് ചെയ്യാം. ആദ്യം നമുക്കിതിൻ്റെ ഫോണ്ട് വേറൊരു രീതിയിലാക്കാം. അതിനായിട്ട് ഫോണ്ട് ഫാമിലി എന്ന് ടൈപ്പ് ചെയ്യുക. ഫോണ്ട് -ഫാമിലി. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏരിയൽ സാൻസ് സെരിഫ് എന്ന് ടൈപ്പ് ചെയ്യാം. സേവ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോണ്ടിൽ ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി മികച്ച ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോണ്ട് എന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിൽ ഇഷ്ടമുള്ള ഫോണ്ട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ ഈ ഫോണ്ടാണ് വേണ്ടതെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് ഫോണ്ട് കൊടുക്കുക. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്കായിട്ട് ഉപയോഗിക്കാം. കോപ്പി ചെയ്യുക, ഹെഡ് ടാഗിൽ അത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഫോൺ ഫാമിലി എന്ന സ്ഥലത്ത് ആ ഫോണ്ടിൻ്റെ പേര് ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ആ ഫോണ്ട് ഒന്നുകൂടി മികച്ചതായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഡിവിനെ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ റിമൂവ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഈ ഡിവിനൊരു പാഡിങ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ 10px എന്ന പാഡിങ് കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കി എല്ലാ എലമെൻറ്റും പാഡിങ് 0 ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ഡിവിന് മാത്രം ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ഈ റൂളുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഏറ്റവും അവസാനം എഴുതിയതാണ് അപ്ലൈ ആവുന്നത്. ആ ഒരു ഓർഡറിലാണ് വർക്ക് ആവുന്നത്. അതായത് നമ്മൾ ആദ്യം സ്റ്റാർ എന്ന് എഴുതി എല്ലാ എലമെൻറ്റിനും 0px എന്ന് കൊടുത്തു. എന്നാൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് എഴുതിയ റൂളാണ് വർക്ക് ആവുന്നത്. അതായത് div 1-ൽ നമ്മൾ പാഡിങ് 10px എന്ന് കൊടുത്തു. അപ്പോൾ div 1-ന് ഈ സ്റ്റൈലായിരിക്കും അപ്ലൈ ആവുക. അതായത് div 1 എന്ന എലമെൻറ്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്ലാസ് div 1 ആണ്. ആ div 1-ൻ്റെ സ്റ്റൈല് പാഡിങ് 10px എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം എഴുതിയ സ്റ്റാർ റൂളിനകത്ത് പാഡിങ് 0px ആണ്. പക്ഷേ അതിനുശേഷമാണ് ഈ സ്റ്റൈല് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതായിരിക്കും അപ്ലൈ ആവുക.